അപ്പോഴേ സർപ്രൈസും സസ്പെൻസും ഒന്നും വെക്കില്ല. നമ്മളിന്ന് കോട്ടയിൽ പോവാണ്. അപ്പം അമ്മ ഇതുവരെ പോയിട്ടില്ല. ഞാനും അനിയത്തിയും പോയിട്ടുണ്ട്. ഞാനൊരു 12 കൊല്ലം മുന്നേ പോയതാണ് കേട്ടോ. അനിയത്തി ഒരു 3 കൊല്ലം മുന്നേയും പോയതാണ്. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ അമ്മേനെയും കൂട്ടിയിട്ടൊന്ന് പോവാന്നുള്ളത്. അപ്പോൾ ഓട്ടോ വിളിച്ച് പോവാണ്. ഫറോക്കുന്ന ഓട്ടോ വിളിച്ച് കുറേ നടക്കാണ്ട് എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ ഫറോക്കുന്നേ ഓട്ടോ വിളിച്ച്. കാരണം വെച്ചാൽ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയില്ലോ വിചാരിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തി. ഇങ്ങനെ താഴേക്കോട്ടയിൽ പോയി തൊഴുതൊക്കെ കഴിഞ്ഞ് പിന്നെ മേലോട്ട് കയറി പകുതിയുടെ പകുതി പോലും ആയിട്ടില്ല. ആ സ്റ്റെപ്പ് അങ്ങോട്ട് കയറിയിട്ട് അമ്മ പറഞ്ഞേ ഇത്രയാണെങ്കിൽ താല്പര്യമില്ലായിരുന്നു എന്ന്. കാരണം നല്ല കാലുവേദന ഉള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികം ഇത്രയും ദൂരം സ്റ്റെപ്പും കയറി നടക്കുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് കേട്ടോ. കാരണം അതൊക്കെ കഴിഞ്ഞ് മേലെത്തിയപ്പോൾ കുറേ കാഴ്ചകളൊക്കെ കണ്ടപ്പം നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഒരു വ്യൂ പോയിന്റ് ആണല്ലോ അവിടെ. തൊഴാനല്ല ഒരുവിധ ആൾക്കാരൊന്നും അവിടെ വരുന്നത് കേട്ടോ, അത് വേറെ കഥ. ഞങ്ങൾക്ക് തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. സ്ഥലം ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഇതുവരെ അമ്മ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വഴിക്കൊന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. കാണാത്ത ആൾക്കാർ, നമ്മൾ ഈ ഏരിയയിലുള്ളവരൊക്കെ ഏകദേശമൊക്കെ അറിയുന്നുണ്ടായിരിക്കും കോട്ട എവിടെയാണെന്നും എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കുട്ടി സസ്പെൻസ് ഇല്ലാത്ത ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബൈ.